നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ, അതായത് 2026 നടക്കുവാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ തൊടുപുഴയിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശ്രീമതി ഹണി റോസ് മത്സരിക്കുമെന്ന് ഒരു ഓൺലൈൻ ചാനൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു. ആ വാർത്ത കേൾക്കാത്തവർക്കായി അതിങ്ങനെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പൊതു സ്വതന്ത്രയായി ഹണി റോസിനെ തൊടുപുഴയിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതായി സൂചനയുണ്ട്. തൊടുപുഴ ചെപ്പുകുളം സ്വദേശിനിയായ ഹണി റോസിനെ കേരളം ഒട്ടാകെ ആരാധകരുണ്ട് എന്നുള്ളതും കൂടി മാനിച്ച് തന്നെയാണ് ഇടതുമുന്നണി ഈ രീതിയിൽ ആലോചിക്കുന്നത്. തൊടുപുഴയിലെ അടുത്ത തവണ UDFന്റെ സ്ഥാനാർത്ഥിയായി PJ ജോസഫിന്റെ മകൻ അപ്പു മത്സരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടി തന്നെയാണ് ചെറുപ്പക്കാരിയായ ഹണി റോസിനെ കളത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നത്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? തൊടുപുഴയെ ഇപ്പോൾ കേരള കോൺഗ്രസിലെ ശ്രീ PJ ജോസഫാണ് പ്രതിനിധീകരിക്കുന്നത്. 11 ടേമായി ശ്രീ PJ ജോസഫ് തൊടുപുഴയുടെ MLAയുമാണ്. ഇടയിൽ ഒരു 2 തവണയാണ് എന്ന് എനിക്ക് തോന്നുന്നു അന്തരിച്ച PT തോമസ് തൊടുപുഴയുടെ MLA ആകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാർത്തയിലേക്ക് വന്നാൽ, തൊടുപുഴ മൂലമറ്റം സ്വദേശിനിയായ ഹണി റോസ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരും എന്നാണ് ഈ വാർത്ത പറയുന്നത്. തൊടുപുഴയിൽ അടുത്ത ഇലക്ഷനിൽ UDF സ്ഥാനാർത്ഥിയായി ശ്രീ PJ ജോസഫിൻ്റെ മകൻ ശ്രീ അപ്പു ജോൺ ജോസഫ് വന്നാൽ അപ്പുവിനെതിരെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരിക്കും ഹണി റോസ് എന്നുമാണ് ഈ ചാനൽ പറയുന്നത്. അതിനവർ പറയുന്ന കാരണം ഹണി റോസിന് കേരളമൊട്ടാകെ നിരവധി ആരാധകർ ഉണ്ട് എന്നാണ്. സംഗതി സത്യവുമാണ്. ഇനി 2026 ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അതിൽ ഇത്ര നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആവശ്യമുണ്ടോ, ഇത്ര നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയം ആവശ്യമുണ്ടോ എന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അത് ഒട്ടും പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നാണ്. എന്നാൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആ മണ്ഡലത്തിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും പ്രവർത്തിക്കുന്നതിനും നേരത്തെ നടത്തുന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം സത്യത്തിൽ ഗുണം ചെയ്യും. എന്നാൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം പലപ്പോഴും അതിനൊരു തടസ്സമാണ്. ഹണി റോസ് ഇലക്ഷനിൽ മത്സരിക്കുമോ എന്ന കാര്യം അത് ചർച്ച ചെയ്യുന്നതിന് മുൻപ് ശ്രീ PJ ജോസഫിൻ്റെ മകൻ അപ്പു അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യം സത്യമാണോ? ഈ അടുത്ത ഇടയ്ക്കാണ് ശ്രീ അപ്പു ജോൺ ജോസഫിനെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ചീഫ് കോഓർഡിനേറ്ററായി നിയമിക്കുന്നത്. ഈ ഒരു പുതിയ സംഭവ വികാസം ഇത്രയും കാലം മക്കൾ രാഷ്ട്രീയത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാതിരുന്ന ശ്രീ PJ ജോസഫിൻ്റെ ഒരു ചുവടുമാറ്റം തന്നെയായി വേണമെങ്കിൽ നമുക്ക് കാണാം. മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പാതയിലല്ല തൻ്റെ വരവ് എന്ന് ശ്രീ അബു പറയുന്നുണ്ടെങ്കിലും അതിനെ വേറിട്ട ഒന്നായി ആരും കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ശ്രീ അബുവിന് പിതാവിൻ്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നുകൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തുകൊണ്ടായിക്കൂടാ എന്നായിരിക്കും ആരുടെയും പ്രതികരണം. ഇന്ന് ഇതേ പാത പിന്തുടർന്ന് വന്ന ഒട്ടേറെ പേര് കേരള രാഷ്ട്രീയത്തിലുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമുണ്ട്. അത് നമ്മൾ മറന്നുകൂടാ. അപ്പുവിനെ തൊടുപുഴയിലൂടെ നിയമസഭയിലേക്ക് എത്തിക്കാനാണോ എന്ന് ചോദിച്ചാൽ സാധ്യത ഇല്ല എന്നും പറയാനാവില്ല. ശ്രീ അപ്പു പെട്ടെന്നൊരു ദിവസം പാർട്ടിയിലേക്ക് വന്ന ഒരാളൊന്നുമല്ല. കുറച്ചു കാലമായി അദ്ദേഹം പാർട്ടിയിൽ തന്നെ ഉണ്ട്. ശ്രീ PJ ജോസഫിന് 83 വയസ്സോളം പ്രായമുണ്ട്. അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. എങ്കിലും പ്രായത്തിൻ്റേതായ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ താൻ രാഷ്ട്രീയത്തിൽ സജീവമായി ഉള്ളപ്പോൾ തന്നെ മകനെ പാർട്ടിയുടെ ചുമതലയും തൊടുപുഴയുടെ ചുമതലയും ഒക്കെ ഏൽപ്പിക്കണമെന്ന് ഏതൊരു പിതാവും ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹവും ആഗ്രഹിച്ചാൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ശ്രീ അബു തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ എതിരെ ശ്രീമതി ഹണി റോസ് തന്നെ സ്ഥാനാർത്ഥിയായി വരുമോ എന്നാണ് അടുത്ത ചോദ്യം. വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ശ്രീമതി ഹണി റോസ് എല്ലാവർക്കും സുപരിചിതയാണ്, തൊടുപുഴക്കാരിയാണ്. ഇപ്പോഴാണെങ്കിൽ വാർത്തകളിലെ താരം കൂടി അവരാണ്. പക്ഷേ വാർത്താ താരം എന്ന ഇപ്പോഴത്തെ ആ പരിവേഷം അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അങ്ങനെ തന്നെ കൊണ്ടുപോകുക എന്നത് സാധ്യവുമല്ല. ഇനി കേരളത്തിൽ മുഴുവൻ ഹണിക്ക് ആരാധകരുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ വിവാദങ്ങളും അതിൻ്റെ ഒരറ്റത്ത് രാഹുൽ ഈശ്വർ കയറി പിടിച്ചതുമൊക്കെ ആകെക്കൂടി കണ്ണോടിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ 2 വിഭാഗമായിട്ട് ചേരി തിരിഞ്ഞിട്ടുണ്ട് എന്ന് കാണാം. രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നത്, എന്ത് കഴിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ അയാളുടെ മാത്രം സ്വാതന്ത്ര്യമാണ്, അയാളുടെ മാത്രം ചോയ്സാണ്. അതിലെങ്ങനെ മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ പറ്റും എനിക്കറിയില്ല. രാഹുൽ പറയുന്നത് പോലെ മാന്യമായ വസ്ത്രം എന്നതിന് എന്താണ് നിർവചനം? വസ്ത്രധാരണം കഴിയുന്നത്ര നമ്മൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യങ്ങളുമായിട്ട്
നേരിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒരാളൊരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രമായിരിക്കില്ല അയാളൊരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വസ്ത്രവിധാനമായിരിക്കും, അല്ലെങ്കിൽ വേഷവിധാനമായിരിക്കും അയാളൊരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ, അയാളൊരു ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ ധരിക്കുക. സാധാരണ അവാർഡ് നിശകളിലൊക്കെ നടിമാർ വസ്ത്രം ധരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കാണുവാൻ താല്പര്യമുള്ളവർ മാത്രം അത് കാണുക. ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രത്തെ ചൊല്ലി ഇങ്ങനെ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും കിടന്ന് കടിപിടി നടത്തേണ്ട ഒരു കാര്യമുണ്ടോ? എന്തൊക്കെയാണെങ്കിലും രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ് ചാനൽ അത് കയറിക്കൊളുത്തി. അതായിരുന്നു അയാൾ ആഗ്രഹിച്ചത് എന്നും തോന്നുന്നു. ബോച്ചയെയും രാഹുൽ ഈശ്വറിനെയും പിന്തുണയ്ക്കുവാൻ നിരവധി ആൾക്കാർ കുറഞ്ഞപക്ഷം സോഷ്യൽ മീഡിയയിൽ എങ്കിലുമുണ്ട്. അതുകണ്ട് കണ്ണുമഞ്ഞളിച്ച രാഹുൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോച്ചയ്ക്കെതിരെ വടിയെടുത്തതോടുകൂടി കാര്യങ്ങളെല്ലാം ഒരു വരി പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല. പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പിന്തുണക്കാരും അതേപോലെ പിന്തുണയ്ക്കാത്തവരും എല്ലാവർക്കും തൊടുപുഴയിൽ വോട്ടൊന്നുമില്ല, അല്ലെങ്കിൽ വോട്ടുണ്ടാകണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഏത് സൈഡിൽ നിൽക്കുന്നയാൾക്കാണെങ്കിലും ചിലർ സ്വാധീനം ചെലുത്താം എന്നല്ലാതെ അത് വോട്ടർമാരുടെ ഇടയിൽ വലിയ ചലനം ഉണ്ടാക്കണം എന്നില്ല. മാത്രമല്ല, ഇന്നത്തെ വിവാദമെല്ലാം അപ്പോഴേക്കും കെട്ടടങ്ങുകയും ചെയ്യും. എല്ലാവരും ഇത് മറക്കും. അതുകൊണ്ട് തന്നെ ഹണി റോസിനെ ഇപ്പോൾ കിട്ടുന്ന പിന്തുണ കണ്ടുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ മത്സരിപ്പിച്ചേക്കാമെന്ന് ഇടതുപക്ഷം കരുതുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹണി റോസ് പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നൊക്കെ പറയുന്നവരാണ് ഈ വാദം ഉന്നയിക്കുന്നത്. എന്നാൽ അങ്ങനെയും കരുതാമോ? മുഖ്യമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ ഒരു സ്ത്രീയെ ഇതുപോലെ അധിക്ഷേപിക്കുന്നത് കണ്ട് അതിൽ ഇടപെട്ടു എന്ന് മാത്രം കരുതേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇനി അബു തന്നെയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നും എതിർപക്ഷത്ത് ഹണി റോസാണ് വരുന്നത് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പു ജോസഫിൻ്റെ ഒരു പോസിറ്റീവ് വശം അയാൾ ജോസഫ് സാറിൻ്റെ മകനാണ് എന്നതാണ്. കേരളത്തിലെ ഏതൊരു മുനിസിപ്പാലിറ്റിയേക്കാൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പട്ടണം തന്നെയാണ് ഇപ്പോൾ തൊടുപുഴ. മോസ്റ്റ് അഫ്ലുവൻറ്റ് ടൗൺ ഇൻ കേരള എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാവില്ല. ഞാനൊരു തൊടുപുഴക്കാരനായതുകൊണ്ട് പറയുന്നതുമല്ല. ഇത് പറയുവാനൊരു കാരണമുണ്ട്. തൊടുപുഴയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാലായോ മൂവാറ്റുപുഴയോ മാത്രം ഒന്നെടുത്ത് താരതമ്യപ്പെടുത്തി നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് മനസ്സിലാകും. എത്രയോ കാലം പാലായിൽ മാണി സാർ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. പാലായിൽ ഒരു ചെറിയ ബൈപ്പാസ് വന്നതൊഴിച്ചാൽ തൊടുപുഴയുമായി പാലായ്ക്ക് യാതൊരു താരതമ്യവുമില്ല. മൂവാറ്റുപുഴയിലെ ഗതാഗതക്കുരുക്ക് MG റോഡിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് എന്ന് പറയാതിരിക്കുവാനും വയ്യ. തൊടുപുഴയിൽ സാധാരണ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറില്ല. 8 or 9 ബൈപ്പാസുകളാണ് തൊടുപുഴയെ ചുറ്റിയുള്ളത്. അല്പം അഹങ്കാരത്തോടെ തന്നെ പറയട്ടെ, ഇതിനെല്ലാം കാരണം ശ്രീ PJ ജോസഫ് എന്ന ഒറ്റ ആളാണ്. ആദ്യകാലങ്ങളിലൊക്കെ കേരളത്തിൻ്റെ സമഗ്ര വികസനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ഒരു തവണ ഇലക്ഷനിൽ തോറ്റപ്പോൾ തന്നെ അദ്ദേഹം സമഗ്ര വികസനം മാറ്റിവെച്ചിട്ട് തൊടുപുഴയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം ആരംഭിച്ചു. അതോടെ തൊടുപുഴയുടെ തലവരെയും മാറി. ആ ജോസഫ് സാറിൻ്റെ മകൻ എന്നത് തന്നെയാണ് അപ്പു ജോസഫിൻ്റെ കൈമുതൽ അദ്ദേഹത്തിൻ്റെ ആഡഡ് അഡ്വാൻറ്റേജ്. പക്ഷേ അദ്ദേഹത്തിന് പൊതുരംഗത്ത് പ്രവർത്തിച്ചുള്ള പരിചയം കുറവാണ്. ജോസഫ് സാറിനെ പോലെ തന്നെ അദ്ദേഹം അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ശ്രീ അപ്പു ജോസഫിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്ന ഏക കാര്യം. ഇനി ഹണി റോസ് എതിർപക്ഷത്ത് വരികയാണെങ്കിൽ കടുത്ത മത്സരം തന്നെ നടന്നുകൂടാ എന്നില്ല. ഹണിയുടെ പേരും പ്രശസ്തിയും തീർച്ചയായും അത് ഇടതുപക്ഷത്തിനും പ്രവർത്തകർക്കും ആവേശമുണ്ടാക്കും. കാരണം ഹണിയെപ്പോലെ സുപരിചിതയായ ഒരു സ്ഥാനാർത്ഥി തൊടുപുഴയിൽ ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ ഒരു നടി എന്ന നിലയിലുള്ള അവരുടെ പേരും പ്രശസ്തിയും പൊതുരംഗത്തേക്ക് വരുമ്പോൾ അത് എത്രമാത്രം വോട്ടാക്കി മാറ്റുവാനാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇങ്ങനെ അവർ തമ്മിൽ ഒരു നേർക്കുനേർ മത്സരം വന്നാൽ ഒരു എഡ്ജ് അതെപ്പോഴും അപ്പുവിന് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പോഴും ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇനിയും ആരൊക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥികളുമായി വരുമെന്ന് എനിക്കറിയില്ല. ഏതായാലും കാത്തിരുന്ന് കാണുക തന്നെ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.